ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് A+ ലെവലിലാണോ ഉള്ളത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു B+ ഗ്രേഡിൽ എത്തിയിട്ടേ ഉള്ളൂ, അതുമല്ലെങ്കിൽ തോൽക്കാൻ ചാൻസ് ഉണ്ടോ? ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ചില ചോദ്യങ്ങൾ, കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. നോക്കിക്കേ, നമ്മളൊന്ന് പേരിട്ട് നോക്കാം. IUPAC നെയിമിംഗ് ആണ് ആദ്യത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ശ്രദ്ധിച്ചേ, CH3 CH2 CH2 CH3 ഈ ഒരൊറ്റ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് പേരിടാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, ഇതൊരു നോർമൽ ചെയിനാണ്. ഇതിൻ്റെ പേരെന്താണ്? ബ്യൂട്ടൈൻ. കറക്റ്റ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇതാണെങ്കിൽ മക്കളെ നിങ്ങൾ പാസ്സാവുന്ന ഉറപ്പാണ്. ഇത് ബ്യൂട്ടൈൻ ആണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള ശേഷിയുണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്ത നോക്കിക്കോ, ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. കണ്ടാൽ അറിയാം സാറേ, 1 2 3 4 രണ്ടിലൊരു ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് തൂങ്ങി നിൽക്കുന്ന ഒരു കാർബൺ ആണ്. സോ 2 മീഥൈൽ ആണ് വരുന്നത്. വലിയ ചെയിൻ്റെ പേര് 4 ആണെങ്കിൽ 4ന് പറയുക ബ്യൂട്ടാണ്. ഇത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ബ്യൂട്ടൈൻ. സോ 2 മീഥൈൽ, 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് ഇവൻ്റെ പേരെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോളി, നിങ്ങൾക്ക് പാസ്സാവാനുള്ള കഴിവല്ല, നിങ്ങൾ പാസ്സായിരിക്കും. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഇത് കണ്ടാൽ അറിയാം. യെസ്, 1 2 3 4 5 രണ്ടിലും ഒരു ബ്രാഞ്ച് ഉണ്ട്, 3ലും ഒരു ബ്രാഞ്ച് ഉണ്ട്. രണ്ടും സെയിം ബ്രാഞ്ചാണ്. ആരാണവൻ? അതൊരു മീഥൈൽ ഗ്രൂപ്പാണ്. സോ 2,3 ഡൈമീഥൈൽ, 2,3 ഡൈമീഥൈൽ 5 കാർബണാണ് വരുന്നത്. സോ പെൻറ്റെയിൻ. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചെയിന് കാണുമ്പോൾ നിങ്ങൾക്ക് പേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. 3 സെറ്റാണ്. പക്ഷേ നിങ്ങൾ ഇതിനങ്ങോട്ടേക്ക് പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച്, ഈ ഒരു ചോദ്യത്തിൻ്റെ, ഈ ഒരു എക്സാമ്പിളിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും സ്കൂളിൽ പറയാറുണ്ട്, ട്യൂഷൻ സെൻ്ററിലും ഓൺലൈനിലൊക്കെ പറയാറുണ്ട്. എങ്കിലും ഞാനത് പറയാം. ഇതിലേറ്റവും വലിയ കാണുമ്പോൾ ഇതെന്താ റബ്ബേ 4 ചെയിനായിട്ട് അല്ല, ഏറ്റവും വലിയ ചെയിന് നോക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ 1 2 3 അല്ലേ, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും 1 2 3 ഇടാം. 1 2 3 ഇങ്ങോട്ട് ഇടാം, 1 2 3 അങ്ങോട്ട് ഇടാം, 1 2 3 എങ്ങനെ ഇടാം. എങ്ങനെ ഇട്ടാലും ഒരുത്തനാണ് ബ്രാഞ്ചായി കിടക്കുന്നത്. സോ നിനക്ക് ഉറപ്പിച്ച് പറയാം, ഈ വലിയ ചെയിൻ അത് ബ്യൂട്ടൈൻ ആണ്, സോറി അത് പ്രൊപ്പൈൻ ആണ് അല്ലേ. വലിയ ചെയിൻ വരുന്നത് പ്രൊപ്പൈൻ ആണ്. പക്ഷേ രണ്ടാമത്തെ നമ്പറിൽ, രണ്ടാമത്തെ കാർബണിലാണ് ഒരു CH3 കാണുന്നത് എന്ന് നിങ്ങൾക്ക് എടുത്തു പറയാം. പക്ഷേ അവിടെ രണ്ടാമതൊരു CH3 കൂടിയുണ്ട്. സോ രണ്ടിൽ തന്നെ 2 ബ്രാഞ്ചോ കുഴപ്പമില്ല. രണ്ടിലും ഒരു മീഥൈൽ, അതേ രണ്ടിലും വേറൊരു മീഥൈൽ. സോ നമ്പറിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടിലും ഒരു മീഥൈൽ, രണ്ടാമത്തേലും ഒരു മീഥൈൽ. സോ എത്ര മീഥൈൽ ഉണ്ട്? ഡൈമീഥൈൽ. സോ ഹിസ് നെയിം ഈസ് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് ഇവൻ്റെ പേര്. ഇത് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ലെവൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത്. നോക്കിക്കേ, ഇതിൻ്റെ പേര് പറയടാ. പെട്ടെന്ന് നോക്കുമ്പോൾ ബ്രാഞ്ച് ഒന്നുമില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ബ്രാഞ്ച് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ കാണാതെ പഠിച്ചു പോയ കുട്ടിയാണെന്ന് എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. നീ ഇത് കാണുമ്പോൾ ഇതിൽ ബ്രാഞ്ച് ഉണ്ട് എന്നാണ് നീ നോക്കുന്നതെങ്കിൽ നിനക്ക് പഠിച്ചിട്ടില്ല. നീ പഠിച്ചത് ടെക്സ്റ്റ് ബുക്കിൻ്റെ തിയറിയാണ്. ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ച 4 അക്ഷരങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് നീ എന്തോ പഠിച്ചു വെച്ചോ. കാര്യമില്ല. നോക്കടാ, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്ത് അവസാനിപ്പിക്കാൻ ഇത് കഴിയുന്നുണ്ട്. എവിടെയും ഒരു ബ്രാഞ്ച് ഇല്ല. സോ 1 2 3 4 5 ഇവിടെ ഒരു പിടുത്തം പിടിച്ച് 5ാമത്തെ കാർബൺ ഒരു പിടിച്ചിട്ട് രണ്ടും കൂടി ഒരൊറ്റ നേരം കൊണ്ട് വലിച്ചാൽ അത് നേരെ ചെയിനായില്ലേ. സോ 5 കാർബൺ എന്താ വരിക? പെൻറ്റെയിൻ. ഇവിടെ ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ബ്രാഞ്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ നീ കാണാതെ പഠിച്ചവനാ. ഇനിയും സാറേ എനിക്ക് ഇനിയും ലെവലിലെ ചോദ്യം വേണം, എൻ്റെ ലെവൽ ഒന്നും കൂടി എനിക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെന്തിനാ MS കൊടുക്കുന്നത്? നോക്കിക്കോ, ഈ ഒരു ബ്രാഞ്ച് നോക്കിയിട്ട് നിങ്ങൾ പറ. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ ബ്രാഞ്ച് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ ഏതൊരു ചെയിന് തന്നാലും എത്രയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും നിന്റെ കണ്ണാദ്യം പോകേണ്ടത് പൈസ ഏറ്റവും കൂടുതൽ ആരെ കയ്യിലാണുള്ളത് അല്ലേ. ചില പെൺകുട്ടികളൊക്കെ അങ്ങനെയല്ലേ, ക്യാഷുകാരൻ തടിയുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ജിമ്മനാണോ ഒന്നും നോക്കൂല. ഏറ്റവും കൂടുതൽ പൈസ എത്ര 4 കാറുണ്ടോ, വീട് 2 തട്ടാണോ, പ്രീമിയം മോഡലാണോ ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, പെണ്ണിൻ്റെ കണ്ണിലൂടെ നോക്കണം. ക്യാഷ് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ അയാളെ കയറി പ്രേമിക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഇല്ലയെന്ന് ആരൊക്കെ പറഞ്ഞാലും അതൊരു പ്രപഞ്ച സത്യമാണ്. മണി ക്യാൻ മേക്ക് ഹാപ്പിനെസ്. ശരിയല്ലേ?
ശരിയല്ലേ? പണത്തിന് എന്തുണ്ടാക്കാൻ കഴിയുള്ളൂ? സന്തോഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം ആ ഒരു ജെൻസെറ്റ് തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണമുള്ളവന് റെസ്പെക്റ്റ് കിട്ടും, എല്ലാ പണ്ടവരും കിട്ടും. പണമില്ലാത്തവനോ എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സാധനം കിട്ടാനുണ്ട്, അത് മനസ്സമാധാനമാണ്. ആയിക്കോട്ടെ, നോക്കിക്കോ, ഈ ഒരു ചെയിൻ്റെ പേര് നിങ്ങൾ നോക്കണം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് പണം ആരിലാ കൂടുതൽ എന്ന് പറയുന്നത് പോലെ ആരിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ എന്ന് നോക്കണം. സോ ഞാൻ എന്താ നിങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ, അല്ലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൽ ഏറ്റവും വലിയ ചെയിന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ നോക്കുമ്പോൾ 1 2 3 4 5 ആണോ കിട്ടുന്നത്? എങ്കിൽ തെറ്റി. 1 2 3 4 5. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മേലോട്ട് പോവാം, അല്ലെ താഴോട്ട് പോവാം. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇതാ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി. എന്തോ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി എത്ര ചെയിൻ ഉണ്ട്? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ഉണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാ ഇതൊരു ഹെക്സൈൻ എന്ന ചെയിനാ. പക്ഷെ എവിടെയൊക്കെയാ ബ്രാഞ്ച് ഉള്ളത്? ഇവിടെയും ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെയും ഒരു ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബ്രാഞ്ച് എന്ത് തന്നെ വന്നാലും ചെറിയ നമ്പർ വരണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടുന്ന് നമ്പർ ഇട്ടാൽ 1 2 3 ആണ് വരിക. പക്ഷെ ഇവിടുന്ന് നമ്പർ ഇട്ടാൽ 1 2 വരും. സോ 3 4 5 6. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഇടുമ്പോൾ 2ലും ബ്രാഞ്ച് ഉണ്ട്, 4ലും ബ്രാഞ്ച് ഉണ്ട്. 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ലെഫ്റ്റ് നിന്ന് നമ്പർ ഉണ്ടോ? 1 2 3. 3ലും ബ്രാഞ്ച് ഉണ്ട്, 4 5. 5ലും ബ്രാഞ്ച് ഉണ്ട്. സോ 3 + 5 = 7. അപ്പോൾ ബ്രാഞ്ചിൻ്റെ നമ്പറും എന്തായിരിക്കണം? ബ്രാഞ്ചുകൾ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നാൽ ബ്രാഞ്ചുകളുടെ സമ്മ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് ഏറ്റവും സിമ്പിൾ ആയിരിക്കണം, ഏറ്റവും ചെറുതായിരിക്കണം. സോ നമ്മൾ ഇതാണ് കൺസിഡർ ചെയ്യുക. 2ലും 4ലും എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. സോ 2,4 ഡൈ. ആരാണിത്? മീഥൈലാണോ ഈഥൈലാണോ? മീഥൈലാണ്. സോ 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇവൻ്റെ പേര്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ സൈക്ലോ ഹെക്സൈനും സൈക്ലോ പെൻറ്റീനും ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ആ മൈൻഡ് വെച്ച് നിങ്ങൾ ഇതിൻ്റെ പേര് പറ. അതിൻ്റെ പേരെന്താ? സൈക്ലോ ബ്യൂട്ടൈൻ. അച്ഛനത് തരൂ. എടാ, സൈക്ലോ വരണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ്ഡ് ചെയിനുകൾ വന്നാലേ അതെന്താവുള്ളൂ? സൈക്ലോ എന്നുള്ള പേരെങ്കിലും അറ്റ്ലീസ്റ്റ് വരുള്ളൂ. ഉണ്ടെന്നില്ല, ശരിയല്ലേ? സോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സൈക്ലോ ഹെക്സൈനും സൈക്ലോ പെൻറ്റീനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ടേക്ക് പോയി? ആ ക്ലോസ്ഡ് ചെയിനിലേക്ക് പോയി. സൈക്ലോ പ്രൊപ്പൈൻ സൈക്ലോ പെൻറ്റീൻ ഒക്കെ നിങ്ങൾ പഠിച്ചു. വെറുതെ അതിലേക്ക് പോയപ്പോൾ നിങ്ങളെ മൈൻഡ് ഡൈവേർട്ടായി. എല്ലാവരും പറയുന്നത് വിശ്വസിക്കരുത് എന്നാ പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പേരെന്താ? സിമ്പിൾ. 1 2 3 4. ഇതൊരു നോർമൽ ചെയിനാ. സോ 4 വരികയാണെങ്കിൽ ഇതിൻ്റെ പേര് ബ്യൂട്ടൈനാണ്. ഇപ്പോൾ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ തുടങ്ങി, ശരിയല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഏറ്റവും ഫസ്റ്റ് താങ്ക് യു എന്നല്ല കൊടുത്തത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതിന് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മളൊന്ന് ലെവൽ മാറ്റിപ്പിടിച്ചു. മെജോറിറ്റി കുട്ടികൾക്കും ഇതിൻ്റെ ആൻസർ അറിയാം, കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പദസൂര്യം പോലെ തന്നു കഴിഞ്ഞാൽ 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ അതന്നെ അവിടെ എഴുതി വെച്ചിരിക്കണം. കാണാതെ പഠിച്ച കുട്ടിയെ ഇത് പഠിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് കണ്ടപ്പോൾ ബ്രാഞ്ചിൻ്റെ തോന്നിപ്പോയി, തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോഴോ ഏറ്റവും വലിയ ചെയിൻ നോക്കണമെന്നും മാത്രമല്ല ബ്രാഞ്ചുകൾക്ക് നമ്പർ ഇടുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ വരണമെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇതൊക്കെ പറഞ്ഞ് വലിയ ലെവലിലേക്ക് പോയി പെട്ടെന്നൊരു ചെറിയ ലെവൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. സോ ഇതാണ് ഞാൻ പറയുന്നത്, പഠിക്കുമ്പോൾ മാന്യമായിട്ട് പഠിക്കണം, റെസ്പെക്റ്റോട് കൂടി പഠിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പഠിക്കണം. ഇതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ഓരോ ലെവലിലൂടെ നിങ്ങളെ കടന്നുപോക്കി ആ ഒരു ചാപ്റ്ററിനെ നിങ്ങളെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്ന ഒരു 1 ഷോട്ട് റിവിഷനുമായിട്ട് പ്ലസ് 20 ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഫുൾ ചാപ്റ്റർ റിവിഷൻ, ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കെയിൻ എന്ന് തുടങ്ങുന്ന റിവിഷൻ അല്ല. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നു, ബാക്കി 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 20 ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ ക്ലിയർ ചെയ്തിരിക്കും. റെഡിയല്ലോ? ഐസോമറിസം പ്രശ്നമല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രശ്നമല്ലേ? എന്തിനാ പേടിക്കുന്നത്? MS is here. Why fear when MS is here? അപ്പോൾ എന്തുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചൊരു ലൈവിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലൈവിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ കയറി വരണം. എങ്ങോട്ടേക്ക്? ലൈവിലേക്ക് വരണം. എന്നാൽ ശനിയാഴ്ച രാത്രി 7:15 PM. ശനിയാഴ്ച രാത്രി 7:30 നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കണം. ശനിയല്ലേ? സാറ്റർഡേ കഴിഞ്ഞാൽ ഫണ്ടേ വരാനുള്ളതല്ലേ? അതുകൊണ്ട്
ശനിയാഴ്ച രാത്രി 7:15 PM കെമിസ്ട്രിയുടെ 30 മാർക്കിനോളം ചോദ്യം ചോദിക്കാൻ പോകുന്ന ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങളെ കിടുകിട വിറപ്പിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി നമ്മളങ്ങോട്ട് കറിച്ചെടുക്കും, പിടിച്ചെടുക്കും, പിഴിഞ്ഞെടുക്കും. റെഡിയല്ലോ ഹേ? സോ ആ ലൈവിലേക്ക് വരുമെന്ന് ഉറപ്പുള്ളവർ കമൻറ്റ് ബോക്സിൽ റെഡി എന്നും ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ലെവൽ, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, സിമ്പിൾ ലെവലിലാണോ, മീഡിയം ലെവലിലാണോ, ഹാർഡ് ലെവലിലാണോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സോ ശനിയാഴ്ച രാത്രി 7:15 വരുന്ന കുട്ടികൾക്ക് സർപ്രൈസ് ആയിട്ട് ഫുൾ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 1000 രൂപ ഗിവ് അവേ തരുന്നുണ്ട്. വന്നോളാണ്ടിടാ, പൊളിച്ചടക്കാം. 1-2 മണിക്കൂർ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാട്ടോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എംഎസ് ഫ്രം എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.